വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫസ്ന സുബൈർ. ഇന്ന് ഞാൻ കസ്റ്റാർഡ് പൗഡർ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം കടയിൽ നിന്നായിരിക്കുമല്ലേ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ചെറിയ ജാർ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലോണം പൊടിഞ്ഞ് കിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർത്ത ഉടനെ നിങ്ങളൊന്നത് പൊടിച്ചെടുക്കുക കേട്ടോ. ഞാനിത് എല്ലാം കൂടി ഒരുമിച്ചാണ് പൊടിച്ചെടുത്തത്. എന്നാലും നിങ്ങൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഒന്ന് പഞ്ചസാര പൊടിച്ചെടുക്കുക. അതിനുശേഷം 1/2 കപ്പ് പാൽപ്പൊടിയും 1/2 കപ്പ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം വാനില എസൻസും ഒരു 2-3 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് പൗഡറിന് ഒരു വാനില കസ്റ്റാർഡ് പൗഡറിന് ഒരു യെല്ലോ കളറാണല്ലോ, അതുകൊണ്ടാണ് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്തത്. ഇനി എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ പഞ്ചസാരയും കോൺഫ്ലവറും മിൽക്ക് പൗഡറും കൂടി ഒരുമിച്ചിട്ടിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. എന്നാലും നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഈ ഒരു ഷുഗർ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം മിൽക്ക് പൗഡറും കോൺഫ്ലവറും കൂടി അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കസ്റ്റാർഡ് പൗഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ ഈ ഒരു മിൽക്ക് പൗഡറും കോൺഫ്ലവറും ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണല്ലേ ഇത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ കൂടുതലായിട്ട് വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു കസ്റ്റാർഡ് പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് ഞാനൊരു സേമിയ കസ്റ്റാർഡും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മെൽറ്റ് ആവുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂണ് വെർമിസെല്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടോപ്പ് മീൻ്റെ ഒരു നൈസായിട്ടുള്ള ആ ഒരു വെർമിസെല്ലി ഇല്ലേ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വെർമിസെല്ലി വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഡെസേർട്ട്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് വെർമിസെല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റോസ്റ്റഡ് ആണ്, എന്നാലും നമ്മൾ ഈ ഒരു ബട്ടറിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് നേരം ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു വെർമിസെല്ലി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റോളം മതി. ആ ഒരു സമയം കൊണ്ട് നമുക്കിത് റെഡിയായി കിട്ടും. ഇനി ഈ ഒരു സേമിയ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് പൗഡർ റെഡിയാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി വെക്കുക. ഇനി പാലിന് പകരം റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഡെസേർട്ട്സ്, കേക്ക്സ്, പുഡിങ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇതാ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതാ നമ്മൾ റെഡി ആയിട്ടുള്ള ഈ ഒരു സേമിയയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സേമിയ ഇത്രയും കുറുകിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്നും കൂടി കുറുകും. അപ്പോൾ അതിൻ്റെ മുന്നേയായിട്ട് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു കസ്റ്റാർഡ് മിക്സ് നമ്മൾ ഈ ഒരു വെർമിസെല്ലിയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിലും ഇത് കട്ട കെട്ടിപ്പോവേ. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ആ ഒരു കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റോളം മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് സേമിയ റെഡി ആവുക. അപ്പോൾ ഇത് ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് തണുക്കും തോറും വീണ്ടും കുറുകി വരും. അപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിൻ്റെ മുന്നേയായിട്ട് അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണും കൂടി വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണമെന്നാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് വാനില കസ്റ്റാർഡ് പൗഡർ അല്ലേ ചേർത്തത്, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വാനില എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് റൈസിൻസും കാഷ്യൂനട്ടും ബദാമൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാ രീതിയിൽ സേമിയ പായസമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഇതിലേക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് കഴിക്കുന്ന സമയത്ത്. ഇപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ വാനില കസ്റ്റാർഡ് പൗഡർ ആണല്ലേ, അതുകൊണ്ട് നമ്മളൊക്കെ വാനില എസൻസും യെല്ലോ ഫുഡ് കളറുമാണ് ചേർത്തത്. ഇനി വേറെയും ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഫ്ലേവർ മാറ്റിയെടുക്കാവുന്നതാണ്. അതിനനുസരിച്ചിട്ട് കളറും മാറ്റി കൊടുക്കാം.
ഇനിയിപ്പോൾ അത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഭയങ്കര സിമ്പിളല്ലേ. അപ്പോൾ നിങ്ങൾ കേക്ക്സോ പുഡിങ്ങോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു കസ്റ്റാർഡ് പൗഡർ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒരു കസ്റ്റാർഡ് സേമിയ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.